ഹായ്, ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് നന്നായിട്ട് എഴുതാമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ലിപ് ബാം എടുക്കുക, നല്ലപോലെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ നമ്മൾ തുടച്ചെടുക്കുക. ഒരല്പസമയം ഇട്ടിരുന്നിട്ട് തുടച്ചെടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു ലിപ് ബാം ഇടുക. SPF ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഡാർക്ക് ലിപ് ലൈനർ എപ്പോഴും ഒരു മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോണുകാർക്ക് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അതായത് കുറച്ചുകൂടെ ചേരുന്നത് നമ്മുടെ ഡാർക്ക് ലിപ് ലൈനേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലിപ്പ് ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആ ഷേപ്പിനനുസരിച്ച് വേണം വരച്ചു കൊടുക്കാൻ. നമ്മുടെ ലിപ്പിൻ്റെ ഷേപ്പിനനുസരിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുക്കുക. ഇത് ബ്ലൂ ഹെവൻ്റെ കൊക്കോ ക്രേസി എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. എൻ്റെത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും, പക്ഷേ കൂടുതലും മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോണുകാർക്ക് നല്ലപോലെ ചേരുന്ന ഒരു കളറാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചുണ്ട് വെച്ച് ഈ പരിപാടി ചെയ്യരുത്. അതായത് രണ്ട് ചുണ്ടും തമ്മിൽ ചേർക്കുന്ന ആ ഒരു പരിപാടി ചെയ്യരുത്. കാരണം എങ്കിൽ ഒരുപാട് നേരം നിൽക്കില്ല, അത് പോവും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എന്തായാലും ബ്ലൂ ഹെവൻ്റെ ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ട് നല്ല കിസ് പ്രൂഫാണ്. അതുപോലെ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ പോവും. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, പക്ഷെ കുറച്ച് സമയം ഇട്ടിരിക്കാൻ കുഴപ്പമില്ല. എന്തെങ്കിലും ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ എന്തായാലും പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.